കെ സുരേന്ദ്രനെ സർക്കാർ വീണ്ടും കുരുക്കിലാക്കുമോ? കെ സുരേന്ദ്രൻ വീണ്ടും പത്രിക സമർപ്പിക്കാൻ ഒരുങ്ങുകയാണ്. അതാണ് ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയും. കെ സുരേന്ദ്രന്റെ പത്രികയിൽ ഗുരുതര പിഴവെന്നുള്ള സൂചനകളാണ് പുറത്തുവരുന്നത്. കൂടുതൽ കേസുകളിൽ പ്രതിയെന്ന് സർക്കാർ പറയുന്നു. വീണ്ടും പത്രിക നൽകാൻ ഒരുങ്ങുകയാണ് ബി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പത്തനംതിട്ട മണ്ഡലത്തിൽ നിന്നും മത്സരിക്കുന്ന NDA സ്ഥാനാർത്ഥി കെ സുരേന്ദ്രന് പുതിയ കുരുക്ക് വന്നിരിക്കുകയാണ്. ശബരിമല പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് 243 കേസുകളിൽ പ്രതിയാണെന്ന് സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയിൽ അറിയിച്ചതോടെയാണ് സുരേന്ദ്രന്റെ നാമനിർദ്ദേശ പത്രിക സംബന്ധിച്ച അനിശ്ചിതത്വം ഉണ്ടായത്. നേരത്തെ സുരേന്ദ്രൻ നാമനിർദ്ദേശ പത്രികയ്ക്കൊപ്പം സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ മുഴുവൻ കേസുകളെ പറ്റിയും വ്യക്തമാക്കിയിരുന്നില്ല. ഈ സത്യവാങ്മൂലത്തിനെതിരെ സൂക്ഷ്മ പരിശോധനാ സമയത്ത് ആരെങ്കിലും ആക്ഷേപം ഉന്നയിച്ചാൽ പത്രിക തള്ളിപ്പോകാൻ തന്നെ അത് ഇടയാക്കുമെന്നാണ് വിവരം. ഇങ്ങനെയൊരു അപകടം നേരിടാൻ പുതിയ പത്രിക നൽകാൻ ഒരുങ്ങുകയാണ് BJP നേതൃത്വം. പുതിയ കേസുകളുടെ വിവരങ്ങൾ അടങ്ങിയ പത്രികയാവും സമർപ്പിക്കുക. കഴിഞ്ഞ മാസം 30-നാണ് നിരവധി പ്രവർത്തകരുടെ അകമ്പടിയോടെ സുരേന്ദ്രൻ എത്തി പത്രിക നൽകിയത്. സമൻസായും വാറണ്ടായും തനിക്ക് അറിയിപ്പ് ലഭിച്ച 20 കേസുകളെ പറ്റിയാണ് ഇതിൽ സുരേന്ദ്രൻ സൂചിപ്പിച്ചിരുന്നത്. എന്നാൽ കഴിഞ്ഞ 29-ന് സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിൽ സുരേന്ദ്രനെതിരെ 243 കേസുകൾ ഉണ്ടെന്ന് വ്യക്തമാക്കിയിരുന്നു. ഈ സാഹചര്യത്തിൽ സുരേന്ദ്രന്റെ പത്രിക തള്ളാനുള്ള സാധ്യതയുണ്ടെന്നാണ് നിയമവൃത്തങ്ങൾ നൽകുന്ന സൂചന. എന്നാൽ ഈ നീക്കത്തെ രാഷ്ട്രീയമായും നിയമപരമായും നേരിടാനാണ് BJPയുടെയും കെ സുരേന്ദ്രന്റെയും നീക്കം. കേസുകളെ സംബന്ധിച്ച് മുഴുവൻ വിവരങ്ങളും അടങ്ങിയ പുതിയ സത്യവാങ്മൂലം നാളെ തന്നെ സമർപ്പിക്കുമെന്നാണ് BJP വൃത്തങ്ങൾ നൽകുന്ന സൂചന. കേസുകളെക്കുറിച്ചുള്ള വിവരങ്ങൾ നാമനിർദ്ദേശ പത്രികയിൽ കൂട്ടിച്ചേർക്കാനും കഴിയും. അതേസമയം സംസ്ഥാന സർക്കാരിന്റേത് പ്രതികാര നടപടിയാണെന്നാണ് BJP നേതൃത്വം ആരോപിക്കുന്നത്. ശബരിമല പ്രക്ഷോഭത്തിന്റെ പേരിൽ കെ സുരേന്ദ്രനെതിരെ നിരവധി കള്ളക്കേസുകൾ എടുത്തു. തിരുവനന്തപുരത്തും കാസർഗോഡുമൊക്കെ ഒരു സമയം കേസുകൾ രജിസ്റ്റർ ചെയ്തു. ഇക്കാര്യം പ്രചാരണത്തിലും ഉപയോഗിക്കാനാണ് BJPയുടെ നീക്കമെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ. അതായത് ശബരിമല പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട വാർത്തകളിൽ നിറഞ്ഞു നിന്ന വ്യക്തിയാണ്. ശബരിമലയിൽ സുരേന്ദ്രന്റെ സാന്നിധ്യം വലിയ ചർച്ചയായിരുന്നു. അതൊക്കെ ശബരിമല സമരനായകനെന്നുള്ള പരിവേഷം കെ സുരേന്ദ്രന് ഈ തെരഞ്ഞെടുപ്പിൽ ഗുണം ചെയ്യുമെന്നുള്ള ഒരു സംശയം പൊതുവിൽ CPM-നുണ്ട്. അതുകൊണ്ട് തന്നെ പത്തനംതിട്ടയിൽ വീണ ജോർജിന്റെ സ്ഥാനാർത്ഥിത്വം വിജയം ഉറപ്പാക്കണമെങ്കിൽ കെ സുരേന്ദ്രനെ എങ്ങനെയെങ്കിലും വെട്ടുക എന്നുള്ള തന്ത്രമാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ സ്വീകരിച്ചിരിക്കുന്നു എന്നതാണ് BJP പ്രവർത്തകർ ഉന്നയിക്കുന്നത്. ഏതായാലും കൂടുതൽ കേസുകളിൽ സുരേന്ദ്രൻ പ്രതിയാണെന്നുള്ള സർക്കാരിന്റെ ഒരു നിലപാട്, അതിൽ വീണ്ടും പത്രിക നൽകാൻ ഒരുങ്ങുകയാണ് BJP. ഏതായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്ന പത്തനംതിട്ട മണ്ഡലത്തിൽ സുരേന്ദ്രന്റെ വോട്ടുകൾ എത്രത്തോളം BJPക്ക് ഗുണകരമാകും, അങ്ങനെയുള്ള സംശയങ്ങൾ ചോദ്യങ്ങളൊക്കെ ഉയർന്നു വരുന്നതിനിടയിലാണ് ഇപ്പോൾ ഏറ്റവും പുതിയ നീക്കം സംസ്ഥാന സർക്കാർ നടത്തിയിരിക്കുന്നത്. ഹൈക്കോടതിയിൽ സർക്കാർ ഇത് അറിയിച്ചതോടുകൂടി സുരേന്ദ്രൻ പുതിയ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ ഒരുങ്ങുകയാണ്. നേരത്തെ വലിയ ആഘോഷത്തോടെയാണ് കെ സുരേന്ദ്രൻ അണികൾക്കൊപ്പം നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. എന്തായാലും വീണ്ടും പുതിയ നാമനിർദ്ദേശ പത്രികയിൽ കേസുകൾ വ്യക്തമായി ഉൾക്കൊള്ളിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് നീങ്ങാനാണ് സുരേന്ദ്രന്റെ തീരുമാനമെന്നാണ് പാർട്ടി വൃത്തങ്ങൾ നൽകുന്ന സൂചന.